ബിബി ഫാമിലിക്ക് എന്ത് പറ്റി? ഒന്നും പറ്റിയിട്ടില്ല ഗൈസ്, നമ്മുടെ ഫാമിലിക്ക് ഒന്നും പറ്റിയിട്ടില്ല. അതാണല്ലോ ഇപ്പൊ എന്താ പറയാ, സോഷ്യൽ മീഡിയ മൊത്തം കത്തിക്കൊണ്ടിരിക്കണേ. അങ്ങനെ പറഞ്ഞിട്ട് പോകാൻ പറ്റും. നമ്മളിപ്പോ പോയത് ഒരു ബിസിനസ് ട്രിപ്പ് ആയിട്ടാണ്. അല്ല, ഓക്കെ, ഞാൻ പറയട്ടെ, ബിസിനസ് ട്രിപ്പ് ആയിട്ടാണ് പോയത്. ലിവ് ദാറ്റ്. ബിസിനസ് ട്രിപ്പ് അല്ല, വെറുതെ പോയെന്ന് വിചാരിക്കും. ഹൂ ദ ഹെൽ ആർ യു ഗൈസ് ടു ആസ്ക് ദാറ്റ്? നിങ്ങൾ ആരാ നമ്മുടെ അടുത്ത് അത് ചോദിക്കാൻ? എന്റെ സിസ്റ്ററിന് പ്രോബ്ലം ഇല്ല, എന്റെ പിള്ളേർക്ക് പ്രോബ്ലം ഇല്ല, എനിക്ക് പ്രോബ്ലം ഇല്ല, പിന്നെ നിങ്ങളാരാ? നിങ്ങളെ കാര്യം നോക്കി ബ്രോ. വെറുതെ നമ്മുടെ പിറകെ വന്നിട്ട് എന്തിനാ ബ്രോ സിസ്റ്റേഴ്സ്? നമ്മൾ എന്ത് വേണമെങ്കിൽ ചെയ്യും, നമ്മുടെ ഇഷ്ടമാണ്. നിങ്ങൾ ആരും അല്ല അത് ചോദിക്കാൻ. തമ്മില് ഞാൻ വിഷമിച്ച് ഇങ്ങനെയൊക്കെ നിക്കണത് മര്യാദ എടുത്തിട്ടൂടെ തമ്മിലൊക്കെ ഇടുമ്പോ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ 2 ദിവസമായിട്ട് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ സുഹാനയും മക്കളും പെരുവഴിയിലായി. ബഷീറും മഷൂറയും തമ്മിൽ സുഹാനെ കൊണ്ടുപോവാതെ ടൂറ് പോയി. അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറെ വീഡിയോസുകൾ. ശരിക്കും എന്തേ ഇപ്പം പുലി പോലെ വന്നത് എലി പോലെ ആയിരിക്കുകയാണ്. കുറെ പേര് പറയുന്നു സുഹാനയ്ക്ക് സെൽഫ് റെസ്പെക്ട് ഇല്ലേ, ഇതൊക്കെ കളഞ്ഞിട്ട് തിരികെ പൊയ്ക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും അതിനുള്ള എല്ലാ മറുപടിയായിട്ട് അവര് മുന്നിൽ വന്നിരിക്കുകയാണ്. വരണ്ട, അല്ലെങ്കിൽ അവര് വിഷമിക്കണ്ട, നമ്മുടെ ഫാമിലി എന്താ അടിച്ചു പിരിഞ്ഞോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്ന് വിചാരിച്ച് വിഷമിക്കണ്ട എന്നുള്ള ഒരൊറ്റ റീസൺ കൊണ്ട് മാത്രമാണ് അറിയാൻ പാടില്ലാത്തവര് അറിഞ്ഞോട്ടെ, ഇവിടെ ഒരു പ്രോബ്ലം ഇല്ല എന്നുള്ള അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് വീഡിയോ ആണ്. അല്ലാണ്ട് ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരും തെറി പറയുന്ന ആൾക്കാരും ഒരിക്കലും നന്നാക്കാൻ വേണ്ടിയല്ല, നന്നാകില്ല. ഈ സെക്കൻഡ് മാരേജ് എന്നുള്ള കോൺസെപ്റ്റ് എന്റെ കെട്ടിയൊന്നും ഉണ്ടാക്കിയതല്ല. ലോകത്തില് പല ആൾക്കാരും അത് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ, ഇത് നിങ്ങൾക്ക് അങ്ങനെ പറ്റും, നിങ്ങൾ ഉൾക്കൊള്ളണ്ട, നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞ് നമ്മൾ ഹാപ്പിയാണ്. അത് നിങ്ങളൊക്കെ ആര് പറഞ്ഞു ഉൾക്കൊള്ളാൻ? നിങ്ങൾ കെട്ടണ്ട ബ്രോ, നമ്മൾ അതുമല്ല ഞാനിപ്പോ ചോദിക്കണെന്ന് അല്ല എല്ലാരും ഇപ്പോഴും ഇത് ഉൾക്കൊള്ളാൻ പറ്റും. ഞങ്ങളുടെ ഡിസിഷൻ ഞങ്ങൾ എടുത്ത്, പക്ഷെ ഞങ്ങളെ കണ്ട ആരും ഇങ്ങനെ നടക്കണമെന്ന് ആരും പറയണം, ആരെടുത്തും പറയണില്ല. ഞങ്ങള് ഒരാളുടെ അടുത്തും ഞങ്ങൾ ഒരു വീഡിയോയിൽ പോലും പറഞ്ഞിട്ടില്ല ഞങ്ങളെ കണ്ട് പ്രചോദനമാകണം എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആകരുതേ എന്നേ പറഞ്ഞിട്ടുള്ളൂ. കാരണം റിസ്കി ലൈഫാണിത്, മനസ്സിലായ. പക്ഷെ ഞങ്ങളുടെ ഫാമിലി ഞങ്ങള് ഹാപ്പിയാണ്, ഞങ്ങൾക്കൊരു പ്രോബ്ലം ഇല്ല. പോവില്ല. ഇപ്പോഴും ഞാൻ പറയണത് ഞങ്ങളെ പോലെ ഞങ്ങളും ഇതേപോലെ കുറെ പേര് പൊങ്ങി വന്ന് അല്ല ട്രൈ ചെയ്ത് കുറെ പേര് പൊങ്ങി വന്ന് അതേപോലെ തന്നെ താഴ്ന്നും പോയി. കാരണം എന്താ വെച്ചാൽ അതൊക്കെ അധികം നാളെ നിക്കില്ല. സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മഷൂറയുടെ ബിസിനസ് ആവശ്യത്തിന് ഡ്രസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ബഷീറും മഷൂറയും തമ്മിൽ പോയത്. എന്നാൽ ബഷീർ പറയുന്നുണ്ട്, എനിക്കിപ്പോ അവളെ ഒറ്റയ്ക്ക് വിടാൻ പറ്റുമോ, ഇത്ര ദൂരം അവളെ ഒറ്റയ്ക്ക് എനിക്ക് പറഞ്ഞു വിടാൻ പറ്റുമോ? അതൊരിക്കലും സാധ്യമല്ല. ഇല്ല പറഞ്ഞ പോലെ എവിടെ പോകണമെങ്കിലും എല്ലാരെയും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നാട്ടുകാര് ഇങ്ങനെയൊക്കെ കുറ്റം കണ്ടുപിടിക്കാൻ നിന്ന് കഴിഞ്ഞാല് അതിനെ കാണത്തോളം നേരം. കാരണം എന്ന് വെച്ചാൽ അവർക്കൊരു കുഴപ്പമില്ല. മഷൂറ പോയി, ബഷീറും മഷൂറയും പോയതിന് സുഹാനിക്ക് പ്രശ്നമില്ല. പിന്നെ ആർക്കാണ് പ്രശ്നം? നാട്ടുകാർക്കാണോ? നമുക്കാണ് പ്രശ്നം. അവർക്ക് യാതൊരു പ്രശ്നമില്ല, അവര് ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. ഞങ്ങളുടെ ഫാമിലി ഇങ്ങനെ എത്ര വർഷമായിട്ട് അൽഹംദുലില്ലാഹ് ഹാപ്പി ആയിട്ട് ജീവിച്ചു പോകണം, മനസ്സിലായി. നിങ്ങൾ എത്ര തല്ലുപിടുത്തം ഉണ്ടാക്കാൻ നോക്കിയാലും ഇവിടെ തല്ലുപിടുത്തം ഉണ്ടാകാനൊന്നും പോകണമെന്നില്ല, ഇവിടെ നടക്കില്ല. ഞാൻ ബെറ്റ് ചെയ്യുന്നു മരിക്കണ വരെ നമ്മള് വേർപിരിയൂല. നിങ്ങൾ റിയാക്ഷൻ ചെയ്യണം, ഒരു വെയിറ്റ് ചെയ്യുന്നു. ഈ വീഡിയോ എടുത്ത് വെച്ചോ, നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാം. പിന്നെ എന്താ, പക്ഷെ ഈ സോഷ്യൽ മീഡിയ ഇല്ലാതെ ഇങ്ങനെ 2 മാരേജ് കഴിച്ച നമ്മ എത്ര പേരെ കണ്ടിട്ടുണ്ട്. ഞാൻ പറയാം ഇതൊക്കെ പണ്ടേ മുതല് ഒരുപാട് പേര് ഉള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. ബഷീർ ഉണ്ടാക്കിയല്ല, ബഷീർ അല്ല ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ. നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കുക, ബഷീർ അല്ല ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ. ഇതിൽ
മഷൂർ പറയുന്നുണ്ട്, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായി, ഞങ്ങൾക്ക് 2 വയസ്സും കണ്ടുള്ള ഒരു കുട്ടിയുമുണ്ട്. ഇതുവരെ ഇത് ഈ പറച്ചിൽ നിർത്താറായില്ലേ? എനിക്ക് കുഴപ്പമില്ല, എന്റെ ഫാമിലിക്ക് കുഴപ്പമില്ല, സുഹാനയ്ക്ക് കുഴപ്പമില്ല, മറ്റാർക്കും കുഴപ്പമില്ല. പിന്നെ കണ്ടു നിൽക്കുന്ന നിങ്ങൾക്കാണോ കുഴപ്പം? ഞങ്ങൾ 2 കെട്ടിയാലും 3 കെട്ടിയാലും ഒന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലിക്ക് യാതൊരു ഇഷ്യൂവും ഇല്ല. പക്ഷെ ഇത് കണ്ടു നിൽക്കുന്ന നിങ്ങൾക്കാണോ ഇത്ര സഹിക്കാൻ കഴിയാത്തതെന്നാണ് ഈ മഷൂർ ചോദിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ 2 കെട്ടലും 3 കെട്ടലും ഒന്നും ഒരു പുതുമയുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മിക്കതും ഞാൻ കാണുന്നുണ്ട്, 1-2 ഫാമിലീസ് യൂട്യൂബിൽ വീഡിയോസും ചെയ്യുന്നുണ്ട്. സെൽഫ് റെസ്പെക്ടിന്റെ വെയിറ്റ് നിങ്ങൾ നോക്കണ്ട, അത് തന്നെത്താനെ സുഹാന നോക്കിക്കോളൂ. എത്ര സെൽഫ് റെസ്പെക്ട് ഉണ്ട് എങ്ങനെയുണ്ടെന്ന് സുഹാനക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ വേ ചെയ്യണം. അതല്ല സെൽഫ് റെസ്പെക്ട് എന്ന് പറയണ വേർഡിന്റെ കറക്റ്റ് അർത്ഥം എന്താണെന്ന് അറിയാൻ പാടില്ല. പിന്നെ ഞാൻ 2 കല്യാണം കഴിച്ച് ഞാൻ തീരുമാനിക്കും. ഞാൻ ബാങ്കോക്ക് പോകണമെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ ആരെ കൊണ്ടുപോകണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആൾക്കാർക്ക് വേണ്ടി ഇഷ്ടത്തിന് വേണ്ടി അങ്ങനെ അല്ല. ഇങ്ങനെ ഞാനിപ്പോ സുഹാനനെ കൊണ്ടുപോവുകയാണ് ടൂറിന്, ഞാൻ പറയണം, ഞാൻ പോളിംഗ് ഇടണോ, പോളിംഗ് നടത്തണോ, ഞാൻ ആരെ കൊണ്ടുപോകണം, ഇന്ന സ്ഥലത്ത് പോകാം, ഞാൻ പോളിംഗ് നടത്തണം. എന്റെ ഇഷ്ടമാണ് ഞാൻ അവിടെ കൊണ്ടുപോകണം. സുഹാന സമ്മതിച്ചാലും ഇല്ലെങ്കിലും ബഷീർ 2ാമത്തെ വിവാഹം കഴിച്ചു. അവരുടെ മക്കളും വളർന്നു. ഇനി അതിന്റെ പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ല. പിന്നെ സെൽഫ് റെസ്പെക്ട് ഇല്ലാത്തവളാണ് ഈ സുഹാന എന്ന് പറഞ്ഞു. പക്ഷെ ഒരിക്കലും അതൊന്നും അല്ല കേട്ടോ. അത്യാവശ്യം ബോൾഡായ ഒരു പെൺകുട്ടിയാണ് സുഹാന. അല്ലെങ്കിൽ ഇങ്ങനെ ഇത് കാണുമ്പോ എല്ലാരും പറയും സുഹാനനെ ഒരുക്കി പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് നിങ്ങൾ വെറുതെ ഒരു വീട്. അങ്ങനെയൊന്നുമില്ല. ഞാൻ വിചാരിക്കണം, ഞാൻ ഇത്രയും പറയാലോ, എന്റെ ഹാപ്പിനെസ് അത് എന്റെ മാത്രമാണ്. അത് ഞാൻ തീരുമാനിക്കും എങ്ങനെ വേണം ഏതോടെ. ഞാനിപ്പോ എന്റെ ഫാമിലി പൂർണ്ണ ഹാപ്പിയാണ്. എനിക്ക് ഈ ഫാമിലി ഒരാളില്ലെങ്കിൽ പോലും ഇല്ല സഹിക്കാൻ. ബഷീർ പോലെ വേറെ 1-2 ഫാമിലീസ് ഉണ്ട്. അവരെ ഒന്നും വീടുകളിൽ ഇതുപോലെയുള്ള ഇഷ്യൂസുകളൊന്നും അവരെ ഒന്നും അക്കൗണ്ട് കണ്ടിട്ടുമില്ല. പക്ഷേ എന്താ പറയാ, ഇപ്പൊ ബഷീർ ചോദിക്കുന്നുണ്ട്, ഞാൻ എവിടെയെങ്കിലും പോകണമെങ്കിൽ എനിക്കിപ്പം കുറി ഇട്ടിട്ട് എടുത്തോണ്ട് പോകാൻ പറ്റുമോ? ഒരു ദിവസം ഇയാളെ ഒരു ദിവസം അവരെ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കുറിയൊക്കെ ഇട്ട് ഒരാളെ കൊണ്ടുപോകാൻ പറ്റുമോ? അതൊരിക്കലും ഇല്ല. ഓരോരുത്തരുടെ ഇഷ്ടമാണ് എവിടെ കൊണ്ടുപോകണം, എങ്ങോട്ട് പോകണം, ആരുടെ കൂടെ പോകണം എന്നൊക്കെ പറയുന്നത് അവരവരുടെ ഇഷ്ടമാണ്. അതിനിപ്പോ നാട്ടുകാരെ അതിനകത്ത് ഇടപെടുകയോ അല്ലെങ്കിൽ മറ്റൊരാൾ അഭിപ്രായം പറയുകയോ ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല. നിലവിൽ നിൽക്കെ മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു മനുഷ്യനും അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ അങ്ങനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് അതൊരിക്കലും കഴിയില്ല. എനിക്കെന്നല്ല, മിക്ക പെൺകുട്ടികൾക്കും അതൊരിക്കലും കഴിയില്ല. പക്ഷെ ഇവര് പറയുന്നുണ്ട് ഞങ്ങൾ അതങ്ങ് പൊരുത്തപ്പെട്ട് ഞങ്ങൾക്കത് പ്രശ്നമില്ല എന്ന്. എങ്കിലും അവര് പറയുന്നുണ്ട് ഇത് റിസ്ക് ആയ ഒരു ലൈഫ് തന്നെയാണ്. ഈ 2 ഭാര്യമാരും ഒരുമിച്ചുള്ള ഒരു ജീവിതം എന്നൊക്കെ പറയുന്നത് വളരെ റിസ്ക് ആണ്. അതുകൊണ്ട് ഇത് ആരും ഞങ്ങളെപ്പോലെ അനുകരിച്ച് മുന്നോട്ട് പോകരുത് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. നമ്മളുടെ ലോകം എന്ന് പറയുന്നത് നമ്മളുടെ ഹസ്ബൻഡാണ്. ഒരിക്കലും നമ്മളുടെ ഹസ്ബൻഡിനെ പുറത്ത് മറ്റൊരു പെണ്ണിന് വേണ്ടിയിട്ട് കൊടുക്കാൻ തയ്യാറാവത്തില്ല. പക്ഷേ സുഹാന അതിന് തയ്യാറായി. ഇപ്പൊ അവര് ഹാപ്പി ആയിട്ട് തന്നെയാണ് ജീവിക്കുന്നതും. പക്ഷെ ഇനി അതിന്റെ ഇടയിലോട്ട് വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞു, ഇനി അതിനിടയിലോട്ട് അവരെ ചൊറിയാൻ ആരും ചെല്ലാതിരുന്നാ മതി. പുതിയൊന്നും കിട്ടല്ലെന്നാണ് ആലോചിക്കണത്. അതായത് പണ്ടേ പോലെ പറയണെന്താ ഇത്, ബഷീർ ഒരു ഭാര്യ ഇരിക്കെ വേറൊരു പെണ്ണ് കെട്ടി, ആ പെണ്ണ് തീരെ നിവൃത്തിയില്ലാണ്ട് ഇതെല്ലാം സമ്മതിച്ചു, പെണ്ണ് കെട്ടി വീട്ടിൽ കൊണ്ടുവന്നു. ഇങ്ങനെ അതാണ് പറയണത്. ഇത് വീണ്ടും ഇവര് പറഞ്ഞോണ്ടിരിക്കണൊക്കെ തന്നെയല്ലേ. ഈ 8 വർഷം കല്യാണം കഴിഞ്ഞിട്ട് കുട്ടിക്ക് ഇപ്പൊ 2.5 വയസ്സായി. എന്നിട്ടും ഇത് കഴിഞ്ഞു. സുഹാനയുടെ കാര്യം ഓർത്തിട്ടാണ്, സുഹാനയുടെ ജീവിതം ഓർത്തിട്ടാണ് പലരും ആകാംക്ഷയോടെയും ഉത്കണ്ഠയോടെയും കമന്റ്സുകളായാലും വീഡിയോസ് ആയാലും ഒക്കെ ചെയ്യുന്നത്. അത് സുഹാനയോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് അവരെല്ലാവരും അങ്ങനെ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ. പക്ഷെ അത് സുഹാനയ്ക്കോ അവരുടെ വീട്ടുകാർക്കോ ഒന്നും പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്തോന്നടേ നമുക്കാണോ പ്രശ്നം? നമുക്കൊരു പ്രശ്നവും ഇല്ല. അവരായി അവരുടെ ലൈഫായി അവർ എൻജോയ് ചെയ്ത് ജീവിക്കട്ടെ. സുഹാന പറയുന്നുണ്ട് ഞാനിപ്പോ ഫുൾ ഹാപ്പിയാണെന്ന്. പിന്നെ നമുക്ക് എന്തൊരു പ്രശ്നം?